ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം ബീഫ് കറി ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്താൻ വേണ്ടി. ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ഒത്തിരി കണ്ടുണ്ടാവും. ഇതെൻ്റെ ഒരു സ്റ്റൈൽ. എന്നാൽ കണ്ടാലോ? ബീഫ് നമ്മൾ അരിയണം. ബീഫ് അരിയാൻ വേണ്ടിയെല്ലാം തയ്യാറാക്കി വെച്ചേക്കുവാണ്. അതിനിടയ്ക്ക് അമ്മ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബീഫ് അരിഞ്ഞെല്ലാം റെഡിയാക്കി. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂട്ട് ഒന്ന് പുരട്ടിയിട്ട് കുക്കറിലോട്ട് വെച്ചേക്കുക. കുക്കറിൽ 3-4 വിസിലെങ്കിലും ചില ബീഫിന് അടിക്കേണ്ടി വരും. നല്ലതായിട്ട് വെന്ത് ക്ലിയറായി കഴിഞ്ഞിട്ട് മാറ്റി വെക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ സെപ്പറേറ്റ് അരിഞ്ഞിട്ട് സവാള എല്ലാം കൂടെ അതും വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ കൊത്ത് എണ്ണയും കൊണ്ട് ഒഴിച്ച് ചൂടായിട്ട് കടുക് ഇടണം. എണ്ണ നല്ലതായിട്ട് ചൂടാവണം. കടുവൊക്കെ ഇട്ട് കടുവൊന്ന് പൊട്ടി നല്ല ഇതായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു 1-2 വറ്റൽമുളക് ഇടും. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതും ഒന്ന് മൂത്ത് ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മയമൊക്കെ ഇറങ്ങി അങ്ങോട്ട് വരണം. അത് നമ്മൾ തേങ്ങ ഇട്ട് അങ്ങോട്ടിട്ട് തേങ്ങ ഒരു ബ്രൗൺ കളർ, തേങ്ങ മൂക്കണമില്ല, കുറച്ച് ഒന്ന് മൂത്ത് പച്ചപ്പൊക്കെ ഒന്ന് മാറി എന്നിട്ട് റെഡിയായി ആ ഒരു ലെവലിലേക്ക് നമ്മൾ സവാള ഇടും. സവാള ഒന്ന് ഇളക്കിയത് കൊടുത്ത് സവാള നല്ലൊരു പരുവത്തിന് മൂത്ത് ഒരു ലെവലായി വരുമ്പോഴത്തേക്ക് ഒരു 2 സ്പൂൺ നല്ല വലിയ സ്പൂണിന് മുളക് പൊടി ഇടണം. കുറച്ച് അതൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ, അതേപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി, നിറച്ച് വേണമില്ല. എന്നിട്ട് അതിങ്ങനെ ഇളക്കി എല്ലാം കൊടുത്ത് നല്ല മൂപ്പ് വരുമ്പം തിളപ്പിച്ച വെള്ളം എടുത്ത് ഒഴിക്കാതെ പച്ചവെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ച വെള്ളം, അതായത് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കണം. പച്ചവെള്ളം ചൂടാക്കി നല്ല അത്യാവശ്യം ചെറിയൊരു ചൂട് ആക്കിയിട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് നമ്മൾ ഗരം മസാലയും കൂടെ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, ഒത്തിരി ഇടരുത്. ഇട്ട് എല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഈ ബീഫ് നമ്മളതിലോട്ട് ഇടാൻ പോയിട്ട് ആദ്യം കുറച്ച് അതിൻ്റെ വെച്ചിരുന്ന വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു പരുവാക്കിയിട്ട് അടുത്ത